നക്ഷത്ര. ഞാൻ ഉദുമയിലെ പള്ളം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ അമ്മ ബിന്ദു, അച്ഛൻ ഭാസ്കർ. ഞാൻ ഉദുമ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം തരത്തിലാണ് പഠിക്കുന്നത്. ഞാൻ ധാരാളം കഥകളും കവിതകളും എഴുതിയിട്ടുണ്ട്. എൻ്റെ കവിതകൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ ബാലപംക്തിയിലും മാതൃഭൂമി പത്രത്തിലും പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ 20ഓളം കവിതകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതിയൊരു കവിത ഞാനിവിടെ ചൊല്ലാം. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ബാലപംക്തിയിൽ പ്രസിദ്ധീകരിച്ച തുലാമഴ എന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത്. ഇലകളെ നിങ്ങൾക്ക് മരണമടുത്തു, കാലനായി മാറുന്ന കാറ്റു വരുന്നു. തൂശനിലകളെ നൃത്തമാടാൻ വരട്ടെ, വില്ലനായി ചീറ്റിടും മഴയുണ്ട് കൂടെ. വഴികളെ കുഴികളായി മാറ്റുന്നതീ മഴ, പൊള്ളിച്ചു നമ്മെ കിടത്തുന്നതീ മഴ. കാക്കകളെ കൂടൊഴിയാതെ നോക്കണേ, പൈതങ്ങളെ തച്ചുടച്ചിടും ഈ മഴ. പുതുതലമുറയിലെ എഴുത്തുകാരനായ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ കഥകളാണ് ഞാൻ കൂടുതലായും വായിക്കാറുള്ളത്. ഞങ്ങളുടെ നാട്ടുകാരനായ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന കഥയാണ് ഞാൻ അവസാനമായി വായിച്ചത്. ഇന്ത്യ സമ്പന്നമായി ഉയർന്നു നിൽക്കുകയാണെങ്കിലും പട്ടിണിക്കാരും പണക്കാരനും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. ഇതുപോലെ പട്ടിണിക്കാരായ ഒരാളുടെ കഥയാണ് സന്തോഷ് ഏച്ചിക്കാനം ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. അന്യസംസ്ഥാന തൊഴിലാളിയായ ഗോപാൽ യാദവ് പണിയന്വേഷിച്ചാണ് കേരളത്തിലേക്ക് വന്നത്. ഗോപാൽ യാദവിൻ്റെ മകൾ ബസ്മതിയാണ്. ഗോപാൽ യാദവിൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ ബസ്മതി അരിയോടുള്ള പ്രിയം കാരണം ഒരിക്കൽ ബസ്മതി അരി മണപ്പിച്ചു നോക്കുകയുണ്ടായി. പക്ഷേ അവർക്കത് രുചിച്ചു നോക്കാനായിരുന്നില്ല. അതുകൊണ്ടാണ് മകൾക്ക് ബസ്മതി എന്ന് പേരിട്ടത്. മകൾ പട്ടിണി മൂലമാണ് ഈ കഥയിൽ മരണപ്പെടുന്നത്. ഗോപാൽ യാദവ് കേരളത്തിൽ പണിക്കന്വേഷിച്ചെത്തുമ്പോൾ ഒരു വിവാഹ വീട്ടിൽ വേസ്റ്റ് വന്ന ബിരിയാണികൾ കുഴിച്ചു മൂടാനായി ഏർപ്പാടാക്കുകയാണ്. അപ്പോൾ സ്വന്തം മകളായ ബസ്മതിയെ കുഴിച്ചു മൂടുന്നത് പോലെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. ഈ ഗോപാൽ യാദവാണ് ഈ കഥയിലെ മുഖ്യ കഥാപാത്രം. ഞങ്ങളുടെ നാട്ടുകാരനായ സന്തോഷ് ഏച്ചിക്കാനം കാസർഗോഡ് ജില്ലയിലെ ഏച്ചിക്കാനം എന്ന സ്ഥലത്താണ് ജനിച്ചത്. കൊമാല, അന്നയും റസൂലും, ഇടുക്കി ഗോൾഡ്, ചന്ദ്രേട്ടൻ എവിടെയാ തുടങ്ങിയ ചെറുകഥകൾ അദ്ദേഹത്തിൻ്റെതാണ്. അന്നയും റസൂലും, ഇടുക്കി ഗോൾഡ്, ചന്ദ്രേട്ടൻ എവിടെയാ എന്നീ ചെറുകഥകൾ സിനിമയാക്കി വന്നിട്ടുണ്ട്.